ജമ്മു കാശ്മീരിൽ 51ലേക്ക് ഇന്ത്യ സഖ്യം താഴ്ന്നുണ്ട്. ബി ജെ പി ആദ്യമായിട്ടാണ് 2 അക്കത്തിലേക്ക് കയറി അല്ലേ? നേരത്തെ 2 പുറത്തു വരണ്ട. 30ലേക്ക് വന്നിരിക്കുന്നു. അത് ശരിക്കും 30ലേക്ക് ജമ്മു കാശ്മീരിൽ 30 സീറ്റുകൾ ഇപ്പോൾ ബി ജെ പി ലീഡ് ചെയ്യുന്നുണ്ട്. ഇന്ത്യ സഖ്യം 51ലേക്ക് 51ലേക്ക് താന്നു. ഈ സ്വതന്ത്ര സ്ഥാനാർത്ഥികൾ 6 പേര് ലീഡ് ചെയ്യുന്നു. PDP 3 ലീഡ് ചെയ്യുന്നു. ആം ആദ്മി പാർട്ടി എങ്ങും ലീഡ് ചെയ്യുന്നില്ല. റെസ്റ്റ് എടുക്കുന്നു. റാലി നടത്തിയത് ആം ആദ്മി പാർട്ടിയായിരുന്നു. ഹരിയാനയിൽ അരവിന്ദ് കെജ്രിവാൾ ഏറ്റവും അധികം റാലി അവിടെ നടത്തിയത്. പക്ഷേ ആം ആദ്മി പാർട്ടിക്കൊന്നും അവിടെ ഒരു ചലനവും ഉണ്ടാക്കാൻ കഴിഞ്ഞില്ല. കോൺഗ്രസിന്റെ തോൽവി അരവിന്ദ് കെജ്രിവാളിനെ ഇപ്പോൾ ജയിലിലിട്ട് തുടർന്ന് രാഷ്ട്രീയ സംഭവവികാസം ഒന്നും യാതൊരു തരത്തിലുള്ള ഇമ്പാക്റ്റും ഹരിയാനയിൽ ഉണ്ടാക്കുന്നില്ല. അവർ നേട്ടമുണ്ടാക്കാൻ കഴിയുന്നില്ലെന്ന് മാത്രമല്ല, അവർ വേറെയാണ് മത്സരിച്ചത്. അതിൻ്റെയൊക്കെ ഹൂടെയായിരുന്നു കാരണക്കാരൻ. എന്തായാലും വേറെ മത്സരിച്ചത് കാരണം അവരുടെ കോൺഗ്രസിന്റെ വോട്ട് ഒരുപക്ഷെ വോട്ട് കട്ട് ചെയ്യുന്നു. ഹരിയാനയിൽ BJPയുടെ ആഘോഷം തുടങ്ങിയിരിക്കുന്നു. അവർക്ക് ഒരുപക്ഷെ ഔദ്യോഗികമായ ചില വിവരങ്ങൾ കിട്ടിയിട്ടുണ്ട്. അതുകൊണ്ടാണ് BJP പ്രവർത്തകർ ഹരിയാനയിൽ ആഘോഷം തുടങ്ങുന്നു. തുടർച്ചയായ 3ാം വട്ടം അധികാരം പിടിക്കുന്ന BJPക്ക് ഉറപ്പായും ഹരിയാനയിൽ ആഘോഷിക്കാനുള്ള സർവാധികാരങ്ങളും അവകാശങ്ങളും ഉണ്ട് എന്ന് ഉറപ്പായും പറയാം. അതെ, ഒരു നിശ്ചയവിൽ ഒന്നിനും എന്ന് പറയുന്നത് പോലെ ശ്രീനാഥ് മാരാറിന്റെ ഒരു യൂട്യൂബ് സന്ദേശം അദ്ദേഹം പറയുന്നത് അടുത്ത ഇലക്ഷനിലെങ്കിലും ഈ വിജയന്റെ കോട്ടൊന്ന് മാറ്റണം. അപ്പൊ കുറച്ച് കൊല്ലങ്ങളായിട്ട് ഒരേ കോട്ട് ഉപയോഗിക്കുന്നു. അത് നിങ്ങൾ തെറ്റിപ്പോയാണ്. 15 കോട്ടുള്ള കോട്ട്മാനാണ് ഇദ്ദേഹം. അപ്പൊ അത് മറന്നു പോകരുത്. അപ്പൊ അദ്ദേഹം ഈ അല്ലേ ഓക്കെ, നമ്മള് ഇംഗ്ലീഷിന് പുതിയ പരീക്ഷണമാണല്ലോ അല്ലേ? അതെ റിസൾട്ടോ വരുന്നില്ല. ഇങ്ങനെ കല്ലിന് കാറ്റ് പിടിച്ച പോലെ 49-35 നിൽക്കാൻ തുടങ്ങി കുറെ സമയം. സർക്കാർ രൂപീകരണ, അതായത് ഫലം അനുകൂലമായാൽ ഉടൻ സർക്കാർ രൂപീകരണത്തിലേക്ക് എന്നാണ് പറയുന്നത്. അപ്പോൾ അങ്ങനെയുള്ള എന്ത് പറയുമ്പോൾ ചർച്ചകളൊക്കെ നടക്കുന്നു. അവിടെ ആദ്യം കോൺഗ്രസിന്റെ ആഘോഷപ്രകടനം, പിന്നെ BJPയുടെ ആഘോഷപ്രകടനം പറയുമ്പോൾ പോലും കഴിഞ്ഞ കുറേ സമയമായി ഇലക്ഷൻ കമ്മീഷൻ വെബ്സൈറ്റിൽ ഒരു ആഘോഷപ്രകടനവും ഇല്ല, ഒന്നുമില്ല. അതിങ്ങനെ മന്ദിച്ച് നിൽപ്പാണ്. അതിങ്ങനെ കല്ലിന് കാറ്റ് പിടിച്ച പോലെ അനക്കമില്ലാതെ അങ്ങനെ മൂകമായി നിൽപ്പാണ്. അപ്പോൾ അതിന് മൂകതയൊന്ന് മാറ്റി അതിനൊന്ന് ആക്റ്റീവാക്കണം. ഒരു സമയം 1 മണിയാവുന്നു, വിശക്കുന്നു മനുഷ്യർക്ക്. അപ്പോൾ എത്രയും പെട്ടെന്ന് അതിന് ആക്റ്റീവാക്കണമെന്ന അഭ്യർത്ഥന ഈ പറയുന്ന എന്താണ് നമ്മൾ പങ്കുവെക്കുകയാണ്. വിശക്കുന്നു. ഭഗിനി കൃപാരസ് ഒരു നിവർത്തിയില്ല. ഒരു തുടങ്ങിയ സമയത്ത് ഇവിടെ പലതരം ആഹാരങ്ങൾ വന്നിരുന്നു. ഇപ്പൊ കുറെ നേരമായിട്ട് അതുമില്ല. ഇപ്പോഴും പറയാണ് യഥാർത്ഥ ഫലങ്ങളല്ല വരുന്നതെന്ന് കോൺഗ്രസ് പറയുകയാണ്. ഇപ്പോഴും കോൺഗ്രസ് അതിൽ തന്നെ അടിയുറച്ചു നിൽക്കുന്നു. ഈ വരുന്നത് റിയൽ ഫലങ്ങളല്ല എന്ന് പറയുന്നു. എന്ന് പറഞ്ഞാൽ അവരിന്റെ എക്സിറ്റ് പോൾ ഫലം കണ്ട് അങ്ങനെ കൊതിച്ചിരുന്ന അതിന് ഓപ്പോസിറ്റ് വന്ന് പറയുന്നതാണോ അതോ ഈ റിസൾട്ട് വരാത്ത കാരണം പറയുന്നതാണോ എന്ന് അറിയില്ല. എന്തായാലും കോൺഗ്രസ് പറയുന്നത് വലിയ പ്രകടനം നടക്കുന്നുണ്ട്. വാർത്താ ഏജൻസി കൊടുക്കുന്നുണ്ട്. ഇത് തന്നെ പ്രകടനമൊക്കെ ഒരു ഭാഗത്ത് നടക്കുന്നുണ്ട്. കോൺഗ്രസിന്റെ ആരോപണം വേറൊരു ഭാഗത്ത് നടക്കുന്നുണ്ട്. തെരഞ്ഞെടുപ്പ് കമ്മീഷനിൽ വിവരങ്ങൾ വരുന്നില്ല എന്ന വസ്തുത അവിടെ കിടക്കുന്നുണ്ട്. അപ്പോൾ ഇതിനിടെ എവിടേക്കോ വസ്തുതകളും സത്യങ്ങളും കിടക്കുന്നുണ്ട്. അപ്പോൾ നമുക്ക് ഒരുപക്ഷെ തെരഞ്ഞെടുപ്പ് കമ്മീഷൻ സൈറ്റ് അപ്ഡേറ്റ് ചെയ്യാത്ത എന്തുകൊണ്ടാണ് എന്ന് വിനീത VG ഡൽഹിയിലുണ്ടെങ്കിൽ തെരഞ്ഞെടുപ്പ് കമ്മീഷനുമായി ബന്ധപ്പെട്ട എന്തെങ്കിലും വിവരം കിട്ടുന്നു എന്ന് വിനീതയോട് ചോദിച്ചു നോക്കാം. വിനീതയെ ഒന്ന് കണക്ട് ചെയ്താൽ PCR ഒന്ന് കണക്ട് ചെയ്താൽ ഡൽഹിയിൽ എന്താ സംഭവിക്കുന്നത് ചോദിക്കാം. ഒരു കാര്യം ഉറപ്പാണ്. എന്നാലും ഈ ജയറാം രമേശ് പറയുന്നതിന്റെ എന്താണ് വിജയകുമാറിന് കവിയൂർ എന്നൊരു സ്ഥലം അറിയാമോ? ഇതാണ് ഹാഷ്മി താജ്. ഇത് തന്നെയാണല്ലോ ഐറ്റം. ഓക്കെ, താങ്ക് യു ഫോർ ദ ഇൻഫർമേഷൻ. കവിയൂർ നിന്ന് C ഹരികൃഷ്ണൻ നായർ, അദ്ദേഹം നമ്മുടെ ഒരു അഭ്യുദയകാംക്ഷി എന്ന് പറയണം. ഞാൻ നിങ്ങളുടെ അഭ്യുദയകാംക്ഷി ഒന്നും അല്ലെന്ന് വീട്ടിൽ നിന്ന് പറയരുതേ. അപ്പൊ തുടങ്ങിയപ്പോ എന്താ ഒരു അലറിവിളിയായിരുന്നു. സ്റ്റുഡിയോ തല്ലി പൊളിക്കുമെന്ന് വരെ തോന്നി. ഇപ്പൊ എവിടെ പോയി മാപ്രകളുടെ ആവേശം? അങ്ങോട്ട് ഒരടി നീങ്ങുന്നില്ല. തകർക്കും, ഞങ്ങൾ പൊളിക്കും, സ്റ്റുഡിയോ പൊളിക്കുമെന്ന് തോന്നി കവിയൂർ കൃഷ്ണനായർ പറയുന്നത്. ഓക്കെ, ഇരിക്കുന്ന കൊമ്പ് നമ്മൾ മുറിക്കത്തില്ല മിസ്റ്റർ കൃഷ്ണൻ നായർ. ഓക്കെ, അപ്പം റെഡ് വാലറ്റ് പറയുന്നു ഒരു ബക്കറ്റ് ജ്യൂസ് ആദ്യമേ അടിച്ചു വെക്കേണ്ടതെന്ന്. നമ്മളറിഞ്ഞോ ഇങ്ങനെ പൊളിക്കുമെന്ന് അല്ലേ? അല്ലെങ്കിൽ നമ്മൾ ജ്യൂസ് അടിച്ചു വെച്ചേ. ജ്യൂസും എല്ലാം കഴിഞ്ഞു കേട്ടോ.
SK എന്താ 12 ബിജോയ് ഗോപാലൻ പറഞ്ഞു SK-യുടെയും ഹാഷ്മിയുടെയും രോദനം. ഓക്കെ, കരയാതിരിക്കാൻ പറ്റുമോ? ആരായാലും കരഞ്ഞു പോലും, ഇതല്ലേ അവസ്ഥ എന്ന് പറയുന്നത്. അപ്പൊ പ്രിയപ്പെട്ട പ്രേക്ഷകർ, ഇപ്പോഴും കാര്യങ്ങളൊന്നും മാറിയിട്ടില്ല. ജമ്മു കാശ്മീരിലും ഹരിയാനയിലും അല്ലേ ഒരേ അവസ്ഥ തുടരുന്നു. BJP അവിടെ 49, ഇവിടെ ഇന്ത്യ സഖ്യം 59. കുറെ അധികം നേരമായി. തന്നെ ആയിരിക്കും അടുത്ത മുഖ്യമന്ത്രി എന്ന് BJP നേതാക്കൾ അറിയിച്ചതായി ചില ദേശീയ മാധ്യമങ്ങൾ ഈ ജമ്മു കാശ്മീരിൽ 17 റൗണ്ടുള്ള ഓൾമോസ്റ്റ് 15-14 പൂർത്തിയായ കണക്ക് കൃത്യമായി വരുന്നുണ്ട്. ഹരിയാനയിൽ 19 റൗണ്ടുള്ളതിൽ 7 എന്നുള്ളത് കിടക്കാൻ തുടങ്ങിയിട്ട് സമയം കുറേ SK. അത് അപ്ഡേറ്റ് ചെയ്യാത്തതാണോ, ഇനി എണ്ണാൻ മറന്നവർക്ക് ഉണ്ണാൻ പോയോ, ഒന്നും അറിഞ്ഞുകൂടെ നമുക്ക്. എന്തായാലും ഒരു കാര്യം അങ്ങോട്ട് വരുന്നില്ല എന്നുള്ളതാണ് വസ്തുത. എന്തെങ്കിലും കുറച്ച് വസ്തുത വന്നാൽ നമുക്ക് പ്രേക്ഷകർക്ക് വാർത്തയെ കൊടുക്കാമായിരുന്നു. വിളിക്കാവോ? അത് താക്കോൽ പറഞ്ഞതല്ലേ? അല്ല, കൗണ്ടിംഗ് നിർത്തി ചോറിനാ പോയത്. ഇതിപ്പോ എണ്ണാൻ മറന്നവർ ഉണ്ണാൻ പോയെന്ന് തോന്നുന്നു. SK നടക്കില്ല, ഒരു അനക്കവും വരുന്നില്ല, ഒന്നും വരുന്നില്ല, നമുക്ക് എങ്ങനെങ്കിലും നനങ്ങണം. ഒന്നും കിട്ടിയില്ല, ഇവിടെ ഒന്നും തന്നില്ല എന്ന് പറയുന്നില്ല. വിനീത വിജയ വിളിച്ചാൽ ഒരുപക്ഷെ വിനീത വിജയ ഇലക്ഷൻ കമ്മീഷൻ ഉണ്ണികൃഷ്ണൻ പറയുന്നു, നിങ്ങൾ തമ്മിലൊരു കയ്യാങ്കളി നടത്തൂ, അങ്ങനെയെങ്കിലും ഒന്ന് ബോറടി മാറട്ടെ. ഞങ്ങള് കയ്യാങ്കളി സജഷൻ അല്ലേ, നമ്മള് തമ്മിലടിച്ചിട്ട് വേണോ നിങ്ങളുടെ ബോറടി മാറ്റാൻ. മിസ്റ്റർ ഉണ്ണികൃഷ്ണൻ, KN ഉണ്ണികൃഷ്ണനാണ് പറയുന്നത്. BJP 7 മണിക്ക് നരേന്ദ്രമോദി BJP പ്രവർത്തകരെ അഭിസംബോധന ചെയ്യാൻ BJP-യുടെ കേന്ദ്ര ആസ്ഥാനത്ത് കുറെ സമയമായി കല്ലിന് കാറ്റ് പിടിച്ച പോലിരുന്ന ആ കണക്ക് ചെറുതായിട്ടൊന്ന് ഇറങ്ങി. 49-48 BJP ഒന്ന് ഇറങ്ങി, 35-36 BJP കോൺഗ്രസ് കയറി. കഴിഞ്ഞ കുറെ സമയം ആകെയുള്ള അപ്ഡേഷൻ 1 മണിക്കൂർ കഴിയുമ്പോൾ അങ്ങോട്ടും ഇങ്ങോട്ടും ജസ്റ്റ് ഒന്ന് കയറും എന്നല്ലാതെ വേറൊരു അപ്ഡേഷനും ഇല്ല. ആകെയുള്ള അപ്ഡേഷൻ മാത്രം. വിനേഷ് ഫോഗട്ടിന്റെ ലീഡ് 5231 ഉയർന്നിട്ടുണ്ട്. അപ്പൊ അവിടെ വിവരങ്ങൾ വരുന്നുണ്ട്. സൈറ്റിൽ അപ്ഡേറ്റ് ആവാത്തതാണോ എന്ന് എനിക്ക് അറിഞ്ഞുകൂടാ. ആർക്കറിയാം എന്തോ. അപ്പം നേരത്തെ നമ്മൾ തുടങ്ങുന്ന 38 ഔട്ടായിരുന്നു, 5000 കടന്നു. വിനീതയാണ് ശരണം. വിനീത ഡൽഹിയിലോ പരിസര പ്രദേശങ്ങളോ ഉണ്ടെങ്കിൽ ഉടൻ റിപ്പോർട്ട് ചെയ്യണം. SK എന്താ ഇവിടെ പവൻ ഖേര പറയുന്നു അട്ടിമറി നടന്നു കാര്യം പരിശോധിക്കണം. ഇലക്ഷൻ കമ്മീഷൻ ഭാഗത്ത് വീഴ്ചയുണ്ടെന്ന് കോൺഗ്രസ് പറയുകയാണ്. ഫലം വൈകിപ്പിക്കുകയാണെന്നും കോൺഗ്രസ് തന്നെ സർക്കാർ ഉണ്ടാക്കുമെന്നും പിന്നെയും പറയുകയാണ് പവൻ ഖേര. പവൻ ഖേര പറയുന്നു, അത് ഹൂഡ ഒരു സമയത്ത് പറഞ്ഞു, കുമാരി ഷെൽജ പറയുന്നു. അതിനുശേഷമാണ് ഇപ്പൊ BJP-യുടെ ആഘോഷ പ്രകടനങ്ങൾ. വിനേഷ് ഫോഗട്ട് എന്താണ് വിനേഷ് ഫോഗട്ട് ജയം ഉറപ്പിച്ചു. 5604 വോട്ടുകളാണ് ലീഡ്. ഏതാണ്ട് അത് ജയിക്കും എന്ന് ഈ ഘട്ടത്തിൽ ഉറപ്പിക്കാം. അതായത് വോട്ടെണ്ണൽ നടക്കുന്നുണ്ട്. അവിടുന്നുള്ള വിവരങ്ങൾ ഈ പറയുന്ന കൗണ്ടിംഗ് സെന്ററുകളിൽ നിന്നാണ് വരുന്നത്. 6140 വോട്ടുകൾക്ക് വിനേഷ് ഫോഗട്ട് ജയിച്ചു എന്നൊരു വിവരം. 6140 അല്ലേ? EVM ആകുമ്പോൾ ഇത്രയും വൈകേണ്ടതുണ്ടോ? ആകെ 90 നിയമസഭാ മണ്ഡലങ്ങളാണ്. ആകെ 90 നിയമസഭാ മണ്ഡലങ്ങൾ മാത്രമാണ് ഉള്ളത്. ഇവിടെ അതിൽ കൂടുതലുള്ള കേരളത്തിൽ ഇതിനോടകം തന്നെ റിസൾട്ട് വന്ന ചരിത്രം നമുക്കറിയാം. 90 മാത്രമുള്ള ഇത് എണ്ണ അല്ല, EVM ആണ്. വളരെ പെട്ടെന്ന് ഡേറ്റ കിട്ടുന്നതാണ്. എന്താണ് വിനീത ഡൽഹി നടക്കുന്നത്? ഇലക്ഷൻ കമ്മീഷന്റെ ഈ അപ്ഡേഷൻ ഒരു സ്ഥലത്ത് പോയി നമ്മൾ പറഞ്ഞ പോലെ കുന്നിൽ തടഞ്ഞ പുഴ പോലെ കുഴങ്ങി കിടക്കുക. അതുകൊണ്ട് ആ കുഴക്ക് ഒന്ന് മാറ്റണം. കുഴക്കം കറക്റ്റാണ്. കുഴക്കത്തിന് കാരണം എന്താണ് വിനീത? കുഴക്കം എന്ന് പറയുന്നത് മലയാളം. അപ്പൊ വിനീത പറയൂ, വിനീത എന്താണ് സംഭവിക്കുന്നത്? നമ്മൾ ആകെ വെട്ടിലായി പെട്ടു. SKN നമ്മൾ മാത്രമല്ല കോൺഗ്രസും ഒന്നാകെ വെട്ടിലായിരിക്കുന്ന ഒരു സാഹചര്യം തന്നെയാണ്. അല്പസമയം മുൻപാണ് നമ്മൾ പവൻ ഖേരയുമായി കൂടിക്കാഴ്ച നടത്തിയത്. പവൻ ഖേരെ നമ്മൾ കണ്ടിരുന്നു. അദ്ദേഹത്തിന്റെ പ്രതികരണം ഉണ്ടായിരുന്നു. അദ്ദേഹം പറഞ്ഞത് അക്കാര്യം തന്നെയാണ്. വലിയ രീതിയിൽ പ്രതീക്ഷയോടെ തന്നെയാണ് ഇപ്പോഴും പാർട്ടിയുള്ളത്. ആദ്യഘട്ടങ്ങളിലൊക്കെ തന്നെ ഒരു 2 മണിക്കൂറിനുള്ളിൽ കൃത്യമായിട്ടുള്ള അപ്ഡേഷൻ ഈ തെരഞ്ഞെടുപ്പ് കമ്മീഷന്റെ ഫലത്തിലടക്കം വന്നിട്ടുണ്ടായിരുന്നു. പക്ഷെ പിന്നീട് ഇതിൽ കൃത്യമായിട്ടുള്ള അപ്ഡേഷനുകൾ ഉണ്ടാകുന്നില്ല. ലോക്സഭാ തെരഞ്ഞെടുപ്പിന് സമാനമായിട്ടുള്ള ചില ഇടപെടലുകൾ ഈ ഘട്ടത്തിൽ ഉണ്ടായിട്ടുണ്ട് എന്ന സംശയം മുന്നോട്ട് വയ്ക്കുന്നുവെന്നും കോൺഗ്രസ് പറയുന്നുണ്ട്. ഏതെങ്കിലും തരത്തിൽ അട്ടിമറികൾ നടന്നിട്ടുണ്ടോ എന്നുള്ള കാര്യം ഞങ്ങൾ പരിശോധിക്കുമെന്നും പവൻ ഖേര വ്യക്തമാക്കിയിരിക്കുകയാണ്. എന്താണെങ്കിലും ഈ ആരോപണങ്ങൾക്ക് പിന്നാലെ ഈ തെരഞ്ഞെടുപ്പ് കമ്മീഷന് കോൺഗ്രസ് പരാതി നൽകിയിട്ടുണ്ട്. വളരെ സുതാര്യമായും ഒപ്പം തന്നെ വേഗതയേറിയ അപ്ഡേഷനുകളാണ് നൽകേണ്ടത്. ഇക്കാര്യങ്ങൾ ഉദ്യോഗസ്ഥർക്ക് ഒരു നിർദ്ദേശം നൽകണമെന്ന് ആവശ്യപ്പെട്ടാണ് പരാതി നൽകിയിരിക്കുന്നത്. ഒപ്പം തന്നെ ഇങ്ങനെ വളരെ ഡിലേ ആയിക്കൊണ്ട് കാലതാമസം എടുക്കുന്ന ഇത്തരം അപ്ഡേഷനുകൾ അത് വലിയ രീതിയിൽ
ആശങ്കയുണ്ടാക്കുന്നതായും പറയുന്നു. ഒപ്പം ഹരിയാനയിലെ നേതാക്കളുമായി നിരന്തരം ബന്ധപ്പെടുന്നുണ്ട് എന്നും അദ്ദേഹം വ്യക്തമാക്കിയിരിക്കുകയാണ്. വലിയ പ്രതീക്ഷ തന്നെയാണ് ഇപ്പോഴും, അതായത് തുടക്കം മുതൽ തന്നെ നമ്മൾ പറഞ്ഞതുപോലെ വലിയ ഒരു ആവേശവും ആഘോഷവും ഒക്കെ തന്നെയാണ് ഞാനിപ്പോൾ നിൽക്കുന്ന ഈ AICC-ലടക്കം ഉണ്ടായിരുന്നത്. പക്ഷെ പിന്നാലെ ഈ തെരഞ്ഞെടുപ്പ് ഫലം മാറുന്നു, അതിന്റെ അപ്ഡേഷനുകളിൽ ഒരു വൈകലുണ്ടാകുന്നു. ഇതൊക്കെ തന്നെ ക്യാമ്പിന് മൊത്തത്തിൽ ഒരു ആശങ്കയിലേക്ക് അടക്കം ആഴ്ത്തിയിട്ടുണ്ട്. നമ്മൾ കാണുന്ന ഒരു ആഘോഷമൊന്നും തന്നെ ഇപ്പോൾ ഇവിടെ ഇല്ലാത്തൊരു സാഹചര്യം തന്നെയാണ്. പൂർണ്ണമായും ആളൊഴിഞ്ഞ അത്തരത്തിലേക്കുള്ള ആഘോഷങ്ങൾ ഒഴിഞ്ഞൊരു ഇടമായി കോൺഗ്രസ് ഓഫീസ് മാറിയിരിക്കുന്നു. ഇതിന് പിന്നാലെയാണ് ഈ അപ്ഡേഷനുകൾ ഉൾപ്പെടെയുള്ള കാര്യങ്ങൾ ഉന്നയിച്ചുകൊണ്ട് കോൺഗ്രസ് ഇപ്പോൾ രംഗത്ത് വന്നിരിക്കുന്നത്. ഇവർ പരാതി അടക്കം നൽകിയിട്ടുണ്ട്. കൃത്യമായിട്ടുള്ള ഇടപെടലുകൾ ആരെങ്കിലും ഭാഗത്ത് നിന്ന് ഇക്കാര്യത്തിൽ ഉണ്ടായിട്ടുണ്ടോ എന്ന് ഉൾപ്പെടെയുള്ള കാര്യങ്ങൾ പരിശോധിക്കണമെന്നാണ് കോൺഗ്രസ് ആവശ്യപ്പെട്ടിരിക്കുന്നത്. 11 റൗണ്ട് അടക്കം പൂർത്തിയാക്കിയ മണ്ഡലങ്ങളുണ്ട്. നേരത്തെ നമ്മൾ സൂചിപ്പിച്ച ജുലാന അടക്കം, വിനേഷ് ഫോഗട്ട് മത്സരിക്കുന്ന ജുലാനയിലടക്കം 11 റൗണ്ടുകൾ എണ്ണിത്തീർത്തതാണ്. പക്ഷേ തെരഞ്ഞെടുപ്പ് കമ്മീഷന്റെ ആ റിസൾട്ട് അപ്ഡേഷനുകളിൽ 5 റൗണ്ടുകൾ മാത്രം എണ്ണിത്തീർത്തിട്ടുണ്ട്, അല്ലെങ്കിൽ 7 റൗണ്ടുകൾ മാത്രമാണ് എണ്ണിത്തീർത്തിട്ടുണ്ടെന്ന തരത്തിലാണ് വരുന്നത്. ഇത് വലിയ രീതിയിലേക്കുള്ള ആശങ്കയാണ് ഉണ്ടാക്കുന്നതെന്നാണ് കോൺഗ്രസ് പ്രവർത്തകരും നേതാക്കളും അടക്കം പറയുന്നത്. ഇപ്പോൾ ഒരു സന്തോഷ വാർത്ത ഞാൻ വിനീതയിലേക്ക് മടങ്ങി വരാം. ലോകത്തെവിടെയായാലും ഏത് സമയത്തും 24 വാർത്തകളും ഓഗ്മെന്റഡ് റിയാലിറ്റി പാക്കേജുകളും എക്സ്പ്ലെയിനറുകളും വിശദമായി കാണാൻ ഞങ്ങളുടെ യൂട്യൂബ് ചാനൽ നിങ്ങൾക്ക് സബ്സ്ക്രൈബ് ചെയ്യാം.